നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി ഞാനും നീ മാത്രമേ കഴിക്കാനുള്ളൂ. എന്നാ ചേച്ചി പോയി കഴിക്കേ, ഞാൻ പിന്നീട് എന്തെങ്കിലും കഴിച്ചോളാം. എന്നാ ഞാൻ നിനക്കൊരു ജ്യൂസ് കൊണ്ടുവരാം. ജ്യൂസ് ഇവിടെ ഉണ്ട് ചേച്ചി. ജ്യൂസോ? കുറച്ചു മുൻപ് അനക്ക് ഇവിടെ വന്നിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ പറഞ്ഞു തീർത്തിട്ടാ ഇവിടുന്ന് പോയത്. പിണക്കം പറഞ്ഞു തീർത്തണോ? അതെ, സന്ദീപിനെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ അവക്ക് എന്നോട് ദേഷ്യം ഉണ്ടായിരുന്നെന്ന്. അങ്ങനെ അവൾ എനിക്കൊരു ജ്യൂസും കൊണ്ട് തന്ന് നടന്നതിനൊക്കെ ക്ഷമയും പറഞ്ഞു. ഇതായിരിക്കുന്ന ജ്യൂസ്. ചേച്ചി, അവള് വലിയ കാര്യത്തിൽ കൊണ്ടുവന്നല്ലേന്ന് കരുതി ഞാൻ വേണ്ടാന്നൊന്നും പറഞ്ഞില്ല. ഇനി ഞാനായിട്ട് പിണങ്ങിയിരിക്കുമല്ലേന്ന് അവക്ക് തോന്നണ്ടല്ലോ. എന്താ അബദ്ധമുള്ള നീ കാണിച്ചേ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവധിയെടുത്തിയോ എനിക്ക് സംസാരിക്കാൻ വന്നാ നീ ഒഴിഞ്ഞു മാറണമെന്ന്. പിന്നെ എന്തിനാ അവളെ കൊണ്ടുവന്ന് ഈ ജ്യൂസ് നീ വാങ്ങിക്കാൻ പോയേ? അതിന് ഞാനത് കുടിച്ചില്ലല്ലോ ചേച്ചി. ഈശ്വരാ, ഇത് പപ്പായ ജ്യൂസാണല്ലോ. ചേച്ചി, ചേച്ചി, എന്തിനാ ചേച്ചി ഇത് കളഞ്ഞത്? അത് നീ കുടിക്കണ്ട. ചേച്ചിക്ക് എന്താ എല്ലാത്തിനും ഇത്ര പേടി? പേടിക്കണം. അങ്ങനെ പേടിക്കേണ്ട ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്ത് ക്രൂരതയും ചെയ്യാൻ മടിക്കാത്ത ആളുകളാ ചുറ്റും. അതൊക്കെ ശരി, ചേച്ചി എന്തിനാ ഈ ജ്യൂസ് എടുത്തോണ്ട് കളഞ്ഞത്? ആ ജ്യൂസ് നീ കുടിച്ചിരുന്നെങ്കിൽ ഇതിനോടകം നിന്റെ അബോർഷൻ നടന്നേനെ. അതേ മോളെ, ചേച്ചി വെറുതെ പറഞ്ഞതല്ല. എത്ര പിണക്കമുള്ളവരായാലും നമുക്ക് ദേഷ്യമുള്ളവരായാലും നമ്മുടെ മുന്നിൽ വന്ന് ഒന്ന് ഏറ്റു പറഞ്ഞ, അല്ലെങ്കിൽ ഒന്ന് ക്ഷമ പറഞ്ഞ, നമ്മളെല്ലാവരും മറക്കും. നിനക്ക് മാത്രമല്ല ഈ സ്വഭാവം ഉള്ളത്, എനിക്കും ഉണ്ടായിരുന്നു മുമ്പ്. പക്ഷേ ചിലരൊന്നും ഒരിക്കലും നന്നാവില്ലെന്ന് പൂർണ്ണ ബോധ്യം വന്നതിന് ശേഷം ചേച്ചി ആ സ്വഭാവം മാറ്റിയത്. അതുകൊണ്ടാണ് ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കരുതെന്ന് ഞാൻ ഇടയ്ക്കിടെ നിന്നെ ഓർമ്മിപ്പിക്കുന്നത്. ഇപ്പം തന്നെ കണ്ടില്ലേ, നമ്മളോടുള്ള അതേ ദേഷ്യം തന്നെയാണ് അവർക്ക് നിന്റെ വയറ്റിലുള്ള ഈ കുഞ്ഞിനോടും. നിന്റെ ഒരു ചെറിയ അശ്രദ്ധക്കുറവ് മതി നിന്റെ സന്ദീപിൻ്റെയും മുഴുവൻ സ്വപ്നങ്ങളും തകർന്നു വീഴാൻ. നമ്മൾ കരയുന്നത് കാണുന്നതാ അവർക്ക് സന്തോഷം. അതുകൊണ്ട് നമുക്ക് കരയാനും അവർക്ക് സന്തോഷിക്കാനുള്ളത് നമ്മളെ തന്നെ ഉണ്ടാക്കരുത് മോളെ. ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായോ നിനക്ക്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.